സാർ, ഈ സിറിയയിൽ ബാഷർ അൽ അസദ് എന്തായാലും രാജ്യം വിട്ടു. അതിനുശേഷം സിറിയയിൽ വലിയ അവിടെ സിറിയ മൊത്തം HDS പിടിച്ചടക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇറാൻ ഇതിൽ കൃത്യമായൊരു നിലപാട് പറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ആയത്തുള്ള ഖമനയി പറയുന്നു, ഇറാനിലെ സ്ഥിതിഗതികൾ ഞങ്ങൾ പഴയ പോലെയാക്കും, ഇറാനിൽ പഴയ ഭരണകൂടത്തിന് തിരിച്ചു വരാൻ കഴിയുന്ന രീതിയിലേക്ക് ഇടപെടും എന്നൊക്കെയാണ് ആയത്തുള്ള പറയുന്നത്. അപ്പോൾ അത് സാധ്യമാകുമോ? എന്തൊക്കെയായിരിക്കും കാര്യങ്ങൾ? ഇപ്പോൾ ആയത്തുള്ള ഖമനയി പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്, ഞങ്ങൾ സിറിയയെ മോചിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിറിയ ഇങ്ങനെ ശത്രുക്കളുടെ പക്ഷത്തേക്ക് പോയല്ലോ, HTSന് അവരുടെ പിടിയിലായി. പക്ഷേ അവരെ മോചിപ്പിച്ചെടുക്കും ഞങ്ങൾ എന്നാണ് പറയുന്നത്. അതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ, വിഷ്വൽ തിങ്കിങ് എന്നൊക്കെ പറയും. പക്ഷേ അവിടെ മോചിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അത്ര സുഖമായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സുന്നി ഷിയ പ്രോബ്ലമായിട്ട് അത് മാറുകയാണല്ലോ. അപ്പോൾ സിറിയയിൽ അബൌട്ട് 85% ഓഫ് ദി പോപ്പുലേഷൻ സുന്നിയാണ്. പിന്നെ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 75%. പിന്നെ 15% ഷിയാണ്, അല്ലെങ്കിൽ അലവൈറ്റ് ഫോളോവേഴ്സ് ഓഫ് അലി എന്നുള്ള അർത്ഥത്തിൽ. ബാക്കി 10% ക്രിസ്ത്യൻസാണ്. അപ്പോൾ ഈ 75% ഉള്ള സുന്നികൾ പൊതുവിൽ പല ഭീകര സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് ആണ് വളർന്നു വന്നിരിക്കുന്നത്. ഇവരുടെ ഈ ഗ്രൂപ്പ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അൽ ജുലാനി എന്ന് പറയുന്ന ആൾ വന്നിരിക്കുന്നത് പല ഭീകര സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആദ്യം അൽ സവാഹിരിയും ബിൻ ലാഡനും ഒക്കെയുള്ള അൽ ഖൈദയുടെ ആൾക്കാരായിരുന്നു അവർ. അൽ ഖൈദയുടെ ഒരു ബ്രാഞ്ച് പോലെയായിരുന്നു സിറിയയിൽ. അതിനുശേഷമാണ് അൽ ബാഗ്ദാദിയുമായിട്ട് ബന്ധപ്പെട്ട ISൻ്റെ ആൾക്കാരായത്. പിന്നെ അൽ ബാഗ്ദാദി ആവശ്യപ്പെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IS ചേരണമെന്നാണ്. അത് ചേരാതെ ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവിടെ തന്നെ ഈ അൽ നുസ്ര എന്നുള്ള പേരിൽ ജബാത്ത് അൽ നുസ്ര എന്ന് പറഞ്ഞിട്ട് സിറിയയിലെ ഒരു യൂണിറ്റായിട്ട് മാറി. എന്തായാലും അവർ ബേസിക്കലി അൽ ഖൈദ നേച്ചറുള്ള ആൾക്കാരാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് അവർ കുറച്ചുകൂടി അതിൽ നിന്നൊക്കെ മാറ്റി ആ ടെററിസവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ഒരു ഇമേജ് കളയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ ഡ്രസ്സിങ്ങിലും കെട്ടിലും മട്ടിലും ഭാവത്തിലൊക്കെ കുറേ മാറാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഈ അൽ ഖൈദയോ അല്ലെങ്കിൽ ISൻ്റെ ഒക്കെ ആൾക്കാരെ പോലെ തലയിൽ തുണിയൊക്കെ ഇട്ട് നടക്കുന്ന ഏർപ്പാട് അവർക്കില്ല. തലയിൽ തലക്കെട്ടൊന്നുമില്ല. പിന്നെ ഷർട്ടും ഒക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ആർമിക്കാരൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. പിന്നെ താടിയാണെങ്കിൽ ഇങ്ങനെ അധികം നീണ്ടു വളരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ബേസിക്കലി അവർക്കൊരു അൽ ഖൈദ നേച്ചറുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഇനി അധികം ഇടപെടാനും സ്നേഹം സ്ഥാപിക്കാനായിട്ട് ഇറാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ആയത്തുള്ള ഖമനയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആയത്തുള്ളയാണ്. ആയത്തുള്ള ദി വേർഡ് മീൻസ് ദി സൈൻ ഓഫ് ഗോഡ്. അപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള കപ്പാസിറ്റിയിലാണ് പറയുന്നത്. പക്ഷേ ഈ സുന്നികളുടെ അല്ലെങ്കിൽ അവിടെയുള്ള അൽ ഖൈദയുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ തട്ടിക്കളയും, എല്ലാത്തിനും തട്ടണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഈ അൽ ഖൈദക്കാർ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നു. അതിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഈ ആയത്തുള്ള ഖമനയി പറയണത് ഞങ്ങൾ ഇവിടെ ലിബറേറ്റ് ചെയ്യും അല്ലെങ്കിൽ മോചിപ്പിക്കും. അതിന് ഞങ്ങളുടെ ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്. ആ യുവാക്കളൊക്കെ കൂടി സംഘടിച്ച് കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സിറിയയിലെ സംഭവവികാസങ്ങൾക്കൊക്കെ ഉത്തരവാദി അമേരിക്കയും സയനിസ്റ്റ് കൺട്രി അല്ലെങ്കിൽ ഇസ്രായേൽ. അവർക്ക് ഇസ്രായേലിൻ്റെ പേര് പറയാൻ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് സയനിസ്റ്റ് കൺട്രി എന്നൊക്കെ പറയും. അവർ രണ്ടുപേരും കൂടിയാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ മെയിൻ ആക്ടേഴ്സും മെയിൻ പ്ലോട്ടേഴ്സും മെയിൻ കമാൻഡ് സെൻറ്ററൊക്കെ അമേരിക്കയാണ്. പിന്നെ അവരുടെ കൂട്ടത്തിൽ വേറൊരു നെയ്ബറിങ് കൺട്രി കൂടി ചേർന്നിട്ടുണ്ട്. ഈ നെയ്ബറിങ് കൺട്രി എന്ന് പറയണുള്ളൂ, പേര് പറയാനുള്ള അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കി അല്ലെങ്കിൽ ഈ രാജ്യമാണ്. അപ്പോൾ തുർക്കി ഈസ് എ മുസ്ലിം മജോറിറ്റി കൺട്രി. അപ്പോൾ അവർ ഞങ്ങൾക്കെതിരായിപ്പോയി എന്ന് പറയാൻ അദ്ദേഹത്തിന് മടിയുള്ളതുകൊണ്ടാണ് നെയ്ബറിങ് കൺട്രി എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ ആസാദ് ഇവിടെ നിന്ന് പോയി, ആസാദിൻ്റെ ഫോൾ അല്ലെങ്കിൽ വീഴ്ച ഞങ്ങളൊട്ടും വീക്കൺ ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് എത്ര അടി കിട്ടുന്നോ, ഞങ്ങളോട് എത്ര യുദ്ധം ചെയ്യുന്നോ അത്രയും ഞങ്ങൾ സ്ട്രോങ്ങറായി വരികയുള്ളൂ. ഞങ്ങളുടെ ചെറുപ്പക്കാർ ഈ പ്രശ്നം പരിഹരിച്ചോളും, ഒന്നും ഭയപ്പെടാനില്ല. മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ കരുതുന്നത് വിത്ത് ഡിവൈൻ പവർ, ദൈവത്തിൻ്റെ ആളാണല്ലോ ആയത്തുള്ള. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ഇവിടുത്തെ യുവാക്കളുടെ ശക്തിയും കൂടി ചേർന്ന് കഴിയുമ്പോൾ സിറിയയെ മോചിപ്പിച്ച് പഴയ പോലെ ആക്കിയെടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു സങ്കടവും കൂടി അദ്ദേഹം പറഞ്ഞു. ഈ ഇറാൻ്റെ ഇൻ്റലിജൻസ് ഏജൻസീസ് ഈ അസദിന് നേരത്തെ ഞങ്ങൾ ഒരു വാണിംഗ് കൊടുത്തിരുന്നതാണ്. അതായത് 2-3 മാസത്തിനുള്ളിൽ ചില ഡെവലപ്മെൻറ്റ്സ് കൂടി ഉണ്ടാകാൻ പോകുന്നുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇറ്റ് വാസ് നോട്ട് ടേക്കൺ സീരിയസ്ലി. ഞങ്ങൾ കൊടുത്ത വാണിംഗ് വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. അതാണ് ഈ സംഭവങ്ങളുടെ പിന്നിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ അങ്ങനെ പിടിവിട്ടു പോയെങ്കിലും പേടിക്കാനൊന്നുമില്ല, ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ
ഇസ്രായേൽ കാറ്റ്സ്, അദ്ദേഹം പറയുന്നത് ഈ ആയത്തുള്ള ഈ വകയൊന്നും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല, ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം ആയത്തുള്ള തന്നെയാണ്. അദ്ദേഹം ആഗോളതലത്തിൽ എല്ലായിടത്തും ഈ പ്രോക്സീസിനെ വെച്ചിട്ട് കാശും മുടക്കി ഈ ഭീകരപ്രവർത്തനത്തിന് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഹൂത്തികൾക്ക് സപ്പോർട്ട് കൊടുത്തു, അതേപോലെ ഹിസ്ബുള്ളയ്ക്ക് സപ്പോർട്ട് കൊടുത്തു, അതേപോലെ ഹമാസിന് സപ്പോർട്ട് കൊടുത്തു. പിന്നെ ഈ സിറിയയിൽ ആണെങ്കിൽ ഇവരൊക്കെ ആൾക്കാരെ വിട്ട് സിറിയയിൽ പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോൾ നിങ്ങൾ കാണിച്ച പണിക്ക് ആണ് നിങ്ങൾക്കിപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. അതിന് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സിറിയയിലും ലബനോണിലും ഗാസയിലും യമനിലെ ഹൂത്തികൾക്കൊക്കെ നിങ്ങൾ പണം കൊടുത്ത് ലോകം മുഴുവനും നിങ്ങൾ സമാധാനക്കേടുണ്ടാക്കി. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഈ ഇസ്രായേലിൻ്റെ ചുറ്റിനും അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദി റിംഗ് ഓഫ് ഫയർ എന്നാണ് പറയുന്നത്. ഒരു റിംഗ് പോലെ ഉണ്ടാക്കി ഹിസ്ബുള്ളയും ഹൂത്തിയും അതേപോലെ ഈ പറയുന്ന ഗാസയിലെ ആൾക്കാർ, ഹമാസും സിറിയയിലെ ആൾക്കാർ എല്ലാവരും കൂടി. പക്ഷേ അതെല്ലാം അല്ലെങ്കിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുകയാണ്. കാരണം സിറിയ വഴിയാണ് ഇതെല്ലാം നടത്തിയിരുന്നത്. സിറിയയിൽ കൊണ്ടുവന്ന സാധനങ്ങൾ അട്ടിയിട്ട് വെച്ചിട്ട് അത് ഹൂത്തികൾക്ക് കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ഹമാസിന് കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ പിടിവിട്ടുപോയി. ഇനി അതോർത്ത് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് ഇസ്രായേലിന് അവരോട് പറയാനുള്ളത്. അപ്പോൾ ഇസ്രായേൽ ഇതിനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിംഗ് ഓഫ് ഫയർ, അവർ അതിനെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നൊക്കെയാണ് ഇറാൻ പറയുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടിൽ ഇതിനെ അവരൊരു ഓക്ടോപ്പസ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ ഓരോ സ്ഥലങ്ങളും അവസാനിപ്പിക്കുമ്പോൾ, ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കുമ്പോൾ ഈ ഓക്ടോപ്പസിൻ്റെ ഒരു കൈ വെട്ടിക്കളഞ്ഞു. ആ രീതിയിലാണ്. അതേപോലെ ഇപ്പോൾ സിറിയ, അവിടുത്തെ ആ കൈ വെട്ടിക്കളഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ കാണുന്നത്. പിന്നെ റഷ്യക്കൊക്കെ വേറൊരു കാഴ്ചപ്പാട് ഇതിനെ പറ്റിയുണ്ട്. അതായത് ഇസ്രായേൽ ഇപ്പോൾ ഈ ബഫർ സോണൊക്കെ പിടിച്ചെടുത്തല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് അഗൻസ്റ്റ് ദി സ്പിരിറ്റ് ഓഫ് ദി യോം കിപ്പർ വാർ പാക്ട് ഓഫ് 1974. അതായത് 1973 യോം കിപ്പർ വാർ നടന്നു. അതിനുശേഷം ഈ യുദ്ധത്തിന് ഒരു പരിഹാരമൊക്കെ ഉണ്ടാക്കി അവിടെ അറേബ്യൻ കൺട്രീസും ഇസ്രായേലൊക്കെ കൂടി ഒരു ട്രീറ്റി സൈൻ ചെയ്തു. അപ്പോൾ അത് യോം കിപ്പർ എന്ന് പറയുന്ന അവരുടെ ഫെസ്റ്റിവലിൻ്റെ സമയത്തായി യുദ്ധം തുടങ്ങിയിരുന്നത്. അത് യോം കിപ്പർ വാർ എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം ഉണ്ടായ ട്രീറ്റിക്ക് പറയുന്നത് യോം കിപ്പർ വാർ പാക്ട് ഓഫ് 1974. അപ്പോൾ അന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. അന്ന് എടുത്ത തീരുമാനങ്ങളുടെയും ഉറപ്പുകളുടെയും നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയിട്ട് ഇത് പിടിച്ചെടുക്കാൻ പാടില്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം ഒരു കാര്യം ഇൻട്രസ്റ്റ് ഉള്ളൂ, ഞങ്ങളുടെ പീപ്പിൾ അവിടെയുണ്ട്, അതേപോലെ ഞങ്ങളുടെ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നേവൽ ബേസും എയർ ബേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ സുരക്ഷിതമാക്കി വയ്ക്കുക എന്നുള്ളതാണ് തൽക്കാലം ഞങ്ങളുടെ ഇൻട്രസ്റ്റ്. ഞങ്ങൾക്കിപ്പോൾ ഇനി വേറെ താല്പര്യമൊന്നും അതില്ല. പിന്നെ ജർമ്മനിയും ഫ്രാൻസും കൂടി ഒരു അഭിപ്രായം വേറെ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പോയിട്ട് ഈ അവിടെ ഒരു ട്രാൻസിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് സിറിയയിൽ. പഴയ ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വരാണ്. അത് സമാധാനപൂർവ്വ ട്രാൻസിഷൻ നടക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. അല്ലാതെ ഇപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ ഉള്ള കണ്ടീഷൻസ് എക്സാസ്പിറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ വഷളാക്കാനായിട്ട് ശ്രമിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ജർമ്മനിയും ഫ്രാൻസും കൂടി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഈ എന്താണ് സിറിയയുമായി ബന്ധപ്പെട്ട് സിറിയയിൽ ഇനിയൊരു തിരിച്ചുവരവ്, അതായത് ഈ പറയുന്ന പോലെ ആയത്തുള്ള പറയുന്ന പോലെ ഒരു തിരിച്ചുവരവൊക്കെ അവിടെ യഥാർത്ഥത്തിൽ സാധ്യമാകുമോ? കാരണം HTS എന്ന് പറയുന്നത് ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്നെ എന്താണ് ഒരു ബദൽ സംഘടന തന്നെയാണ്. അവർക്കും ഈ തീവ്രവാദം തന്നെയാണല്ലോ, അവരും ഈ മഹാമാരൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ ആയത്തുള്ള പറയുന്നത് അങ്ങനെ പെട്ടെന്ന് നടക്കാനൊരു സാധ്യതയില്ല അല്ലേ? പെട്ടെന്ന് നടക്കാനല്ല, നോട്ട് അറ്റ് ഓൾ. അതങ്ങനെ നടക്കാനുള്ള ഒരു സാധ്യത ഇല്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ അൽഖയ്ദ ടൈപ്പാണേ. ഇതിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അൽഖയ്ദയാണ്. ഈ അൽഖയ്ദയുടെ സിറിയൻ ബ്രാഞ്ചായിട്ടാണ് ഇത് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് IS അവിടെ മൂത്ത് ആയി കഴിഞ്ഞപ്പോൾ ISൻ്റെ കൂടെ കൂടി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ IS ബാഗ്ദാദി നേതാവ് പറഞ്ഞു ഇയാളെ മകനെ പോലെ കണ്ടിരുന്നത്. അതായത് ഈ ISൻ്റെ നേതാവ് ബാഗ്ദാദി കിടന്നിരുന്ന അതേ ജയിലിൽ ഈ അൽ ജുലാനി എന്ന് പറയുന്ന HTSൻ്റെ നേതാവും കിടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ തമ്മിൽ അടുപ്പം. അപ്പോൾ സ്വന്തം മകനെ പോലെ ഇദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. അവിടെ ഈ ഇറാഖിൽ അൽ ജുലാനി പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ മോസൂൾ എന്ന് പറയുന്ന സിറ്റിയുടെ ബോസാക്കി ചീഫാക്കി അവിടെ വെച്ചിരുന്നു. അങ്ങനെയൊക്കെ വലിയ ആത്മബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഇവർ സ്പ്ലിറ്റായി പോയത് ISൽ ചേരാൻ പറഞ്ഞപ്പോൾ വേണ്ട, ഞങ്ങളിവിടെ സിറിയയുടെ ആൾക്കാരായിട്ട് നടന്നോളാം, സിറിയയിലെ അൽഖയ്ദയായിട്ട് നടന്നോളാം. എന്നിട്ട് അദ്ദേഹം ഐമൻ അൽ സവാഹിരി പാകിസ്ഥാനിലുണ്ടായിരുന്നു, അവരുമായിട്ട് ബന്ധം വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും
ഇവര് ഈ രക്തക്കറയും ചോരക്കറയൊക്കെ നന്നായിട്ട് കണ്ട് പരിചയിച്ചിരിക്കുന്നവരാണ്. അവിടെയൊക്കെ അധികം കയറി ചെല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇറാന് കൊള്ളാം. ഇപ്പൊ ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് അമേരിക്കയായിട്ടൊക്കെയാണ് ഫൈറ്റ് ചെയ്തിരുന്നത് പണ്ട്. ഇറാൻ 1979 ആയത്തുള്ള റൂഹുള്ള കൊമേനി വന്നപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് അമേരിക്കയായിട്ട് ഡിപ്ലോമാറ്റിക് ലാംഗ്വേജും ഷെയ്ഖ് ഹാൻഡൊക്കെ ആയിട്ട് നടക്കും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാ തലപോണേന്ന് അറിയില്ല. അതുകൊണ്ട് അങ്ങോട്ട് ഇറാൻ ഇനി അങ്ങോട്ട് സിറിയയിലേക്ക് അധികം പോകാതിരിക്കണമായിരിക്കും. തീർച്ചയായും. എന്തായാലും ലോകത്ത് ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു ഭാഗം, അതായത് ഷിയാ തീവ്രവാദം ഏകദേശം അവസാനിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ മറ്റുള്ള എന്തായാലും ഈ പറയുന്ന ഹമാസ് ഉൾപ്പെടെ, ഹിസ്ബുള്ള ഉൾപ്പെടെ, ഹൂത്തി ഉൾപ്പെടെ എല്ലാത്തിനും ഒരു പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് വലിയൊരു മാറ്റം വരുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.